മന്ത്രിയായി ഒപ്പുവെച്ച് കടന്നപ്പോ ആദ്യം ചെയ്തത് ആന്റണി രാജു എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ മാറ്റുക, അതൊക്കെ റദ്ദ് ചെയ്യുക എന്നുള്ളതാണ്. കെ.ബി. ഗണേഷ് കുമാറിന് താൻ എടുത്തിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ പിണറായിയുമായിട്ട് ചേർന്നുള്ള ഒരു കുരുട്ട് പരിപാടിയായിരുന്നു എന്നൊക്കെ പിന്നാമ്പറ വർത്താനമുണ്ട്. 2 ഡബിൾ ഡെക്കർ ബസ് അടക്കം 10-22 ബസ്സുകൾ വന്നു. ആ ബസ്സുകളെ ഫ്ലാഗ് ഓഫ് പുത്തരിക്കണ്ടം മൈതാനിൽ വെച്ച് നടത്താൻ അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പൊ സ്വാഭാവികമായും അവിടെ വെച്ച് ഉദ്ഘാടനം നടക്കുമ്പോൾ ഈ ഗണേഷ് കുമാറിനോടൊപ്പം തന്റെ തലകൾ ഉണ്ടാവുമെന്നും തന്റെ മുന്നിലും മൈക്കൊന്ന് വരുമെന്നും അപ്പൊ ഇതിന്റെയൊക്കെ പിതൃത്വം തനിക്ക് ആ നാട്ടിലെ ജനങ്ങളോട് മുഴുവൻ വിളിച്ചു പറയാൻ കഴിയുമെന്നൊക്കെ മനക്കോട്ട കെട്ടിക്കൊണ്ടാണ് ആന്റണി രാജു ഇരുന്നത്. പക്ഷെ അതിനെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് കെ.ബി. ഗണേഷ് കുമാർ മൊട്ടം പണിയാണ് കൊടുത്തത്. അവസാന നിമിഷം ആ പരിപാടി വട്ടിയൂർക്കാവിലേക്ക് മാറ്റി. വട്ടിയൂർക്കാവ് എന്ന് പറയുമ്പോൾ റോഡിന്റെ അപ്പുറത്ത് ചേർത്തിയായിരുന്നെങ്കിൽ ആന്റണി രാജുവിന്റെ മണ്ഡലമാണ്. പക്ഷെ അത് ഇപ്പുറത്ത് എത്തിയപ്പോഴേക്കും മണ്ഡലം മാറിപ്പോയി. ഫ്ലക്സിന്റെ തല വരുമെന്ന് കരുതി മൈക്കൊക്കെ മോഹിച്ചിരുന്ന ആ മുൻ മന്ത്രിക്ക് എന്തോ കളഞ്ഞ ഒരു അണ്ണാനെ പോലെ ആയിപ്പോയി.